സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ നീ വിളിച്ച് പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കെല്ലാം കിടുക്കി ഡ്രസ്സ് വേണം. നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്. നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളിയാഭരണശാല KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡോൺ ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡോൺ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KG's ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. ഏവർക്കും അഡോൺ ബേക്കേഴ്സിന്റെ ക്രിസ്മസ് ആശംസകൾ. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोलना सुन मेरे प्यार की तुम मेरे डोलना सुन मेरी चाहते
ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ ടി വി സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ ടിവിയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കേരള വിഷൻ ഇടുക്കിനെറ്റ് ചാനലിന് നേരെ വീണ്ടും ആക്രമണം. പട്ടാപ്പകൽ 20 ഇടങ്ങളിലാണ് ഇന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വെട്ടിനശിപ്പിച്ചത്. ജോയിന്റ് ക്ലോസർ, ഒപ്റ്റിക്കൽ സ്പ്ലിറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ ഇവർ മോഷ്ടിക്കുകയും ചെയ്തു. മുല്ലപ്പെരിയാർ അതിജീവന പോരാട്ടം 9ാം വയസ്സിലേക്ക്. 2006 ഡിസംബർ 25 ഉപ്പുതറയിൽ രൂപം കൊണ്ട മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചരിത്ര പോരാട്ടത്തിന് ഇന്ന് 2915 ദിനങ്ങൾ തികഞ്ഞു. രക്തസാക്ഷി സ്മരണകൾ ഇരമ്പിയ വേദിയിൽ CPIM കട്ടപ്പന ഏരിയ സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം. 2 ദിവസങ്ങളിലായി കട്ടപ്പന ടൗൺ ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. കട്ടപ്പന പാറക്കടവിന് സമീപം വാഹനാപകടം നടന്നു. ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. പീരിമേട് അഴുതപ്പാലം അപകടാവസ്ഥയിൽ. ആയിരക്കണക്കായി വിനോദസഞ്ചാരികൾ ദിനം പ്രതി കടന്നുപോകുന്ന കൊല്ലം തേനി ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന അഴുതപ്പാലമാണിപ്പോൾ അപകട ഭീഷണി നേരിടുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. മനസാക്ഷിയില്ലാത്ത ആക്രമണം തുടരുന്നു. നിയമവ്യവസ്ഥകളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് കേരള വിഷന് നേരെ കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പഴയ നെറ്റ്വർക്ക് ഉടമകളുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം വിളയാടുകയാണ്. കേരള വിഷൻ ഇടുക്കിനെറ്റ് ചാനലിന് നേരെ വീണ്ടും ആക്രമണം നടന്നു. പട്ടാപ്പകൽ 20 ഇടങ്ങളിലാണ് ഇന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വെട്ടിനശിപ്പിച്ചത്. ജോയിന്റ് ക്ലോസർ, ഒപ്റ്റിക്കൽ സ്പ്ലിറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ ഇവർ മോഷ്ടിക്കുകയും ചെയ്തു. മാസങ്ങളായി കേരള വിഷൻ ഇടുക്കിനെറ്റ് ചാനലിന് നേരെ നടക്കുന്ന അക്രമത്തിൽ തീക്ഷ്ണമായ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രേക്ഷകർക്കുണ്ടാകുന്ന മാനസിക പ്രതിസന്ധികൾക്ക് ഞങ്ങൾ നിർവ്യാജം ഖേദം രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 50 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടാക്കിയതിന് പിന്നാലെയാണ് പട്ടാപ്പകൽ ഇപ്പോൾ ആക്രമണം അരങ്ങേറിയിരിക്കുന്നത്. ഇന്ന് പകൽ ITA ജംഗ്ഷൻ, സെന്റ് ജോർജ് സ്കൂൾ, കുന്തളംപാറ തുടങ്ങിയ മേഖലകളിൽ 20ഓളം സ്ഥലങ്ങളിലാണ് ഒപ്റ്റിക്കൽ ഫൈബറുകൾ വെട്ടിയും പഞ്ച് ചെയ്തും പൂർണ്ണമായും കേബിളുകൾ നശിപ്പിച്ചത്. പ്രകാശതരംഗങ്ങൾ കടന്നുപോകുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിലൂടെ അനുബന്ധ ഉപകരണങ്ങളായ ടെർമിനേഷൻ ബോക്സുകൾ, ഒപ്റ്റിക്കൽ സ്പ്ലിറ്ററുകൾ എന്നിവ വെട്ടിക്കടത്തുകയും ചെയ്തിട്ടുണ്ട്. കട്ടപ്പനയിലെ പ്രാദേശിക നെറ്റ്വർക്ക് ഉടമയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അക്രമം ആരംഭിച്ചിട്ട് 4 മാസങ്ങൾ പിന്നിടുകയാണ്. ഇടുക്കിനെറ്റ് ചാനലിന്റെ ഉദ്ഘാടന ദിനത്തിൽ തന്നെ ലക്ഷങ്ങൾ നഷ്ടം വരുത്തിക്കൊണ്ടാണ് ഈ ചാനൽ നപുംസകങ്ങൾ കേരള വിഷനെതിരെ അഴിഞ്ഞാട്ടം ആരംഭിച്ചത്. നിരവധി പരാതികൾ പോലീസ് അധികാരികൾക്ക് നൽകിയിട്ടും അന്വേഷണം പോലും നടത്തുവാൻ തയ്യാറാകാത്ത പോലീസ് നടപടിയിലും ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. ഗുണ്ടകളെ നിരത്തി പട്ടാപ്പകലും ചാനലിനെതിരെ അക്രമം ആരംഭിച്ച സാഹചര്യത്തിൽ ജനകീയ പ്രതിരോധമെന്ന നീതിയുക്തമായ സമരമുറയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. കേരളത്തിൽ 80 ലക്ഷത്തോളം വീടുകളിലെ സജീവ സാന്നിധ്യമായ കേരള വിഷന് കട്ടപ്പനയിൽ കേവലം 5000 കാലഹരണപ്പെട്ട കേബിൾ കണക്ഷനുകൾ മാത്രമുള്ള പ്രതിയോഗികളെ കീഴ്പ്പെടുത്തുവാൻ നിമിഷങ്ങൾ മാത്രം മതിയെന്നിരിക്കെ
അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുവാൻ ഞങ്ങൾ തയ്യാറല്ല. അവസാന നിമിഷം വരെ ക്ഷമയും സത്യസന്ധതയും മാത്രമാണ് ഞങ്ങളുടെ ആയുധം. അവസാന മുന്നറിയിപ്പുകൾ എന്ന നിലയിൽ നിയമത്തിലും ഭരണഘടനയിലും വിശ്വാസമർപ്പിച്ച് ഞങ്ങൾ ജനകീയ പ്രതിരോധത്തിലേക്ക് കടക്കുകയാണ്. വിവേചനമില്ലാത്ത മാധ്യമ വിചാരത്തിലൂടെയുള്ള ഞങ്ങളുടെ ഇടപെടലുകൾക്ക് പരിപൂർണ പിന്തുണ ഞങ്ങൾ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു. സമൂഹമാകുന്ന ഗംഗ അനസ്യൂതം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നുള്ള മലിനജലം നാളെ ഉണ്ടാവില്ല, മറ്റന്നാൾ പുതിയത് ഒഴുകിയെത്തും. മലീമസവും കാലഹരണപ്പെട്ടതുമായ ഒന്നിനും ശാശ്വതമായ നിലനിൽപ്പില്ല എന്ന പ്രപഞ്ച സത്യം ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അനിൽ കെ ശിവറാം, ന്യൂസ് ഡെസ്ക്. മുല്ലപ്പെരിയാർ അതിജീവന പോരാട്ടം 9ാം വയസ്സിലേക്ക് കടക്കുകയാണ്. 2006 ഡിസംബർ 25-ാം തീയതി ഉപ്പുതറയിൽ രൂപം കൊണ്ട മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചരിത്ര പോരാട്ടത്തിന് ഇന്ന് 2915 ദിനങ്ങൾ തികഞ്ഞു. തളരാത്ത ആ സമരവീര്യത്തിന്റെ നാൾവഴികളിലേക്ക് ഒരെത്തിനോട്ടം. കാലം കരുത്തു നൽകിയ സമരവീര്യവുമായി മുല്ലപ്പെരിയാർ അതിജീവന പോരാട്ടം 2915-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ചതിയുടെയും വഞ്ചനയുടെയും കൂറുമാറ്റത്തിന്റെയും കറുത്ത അധ്യായങ്ങൾ മുറിപ്പാടുകളാകുന്നുണ്ട്. എന്നാൽ തീരദേശവാസികളായ സാധാരണക്കാരുടെ നിശ്ചയദാർഢ്യവും കരുത്തും ഇതിനുമീതെ സഹനസമരത്തിന്റെ ഉത്തമ മാതൃകയായി നിലകൊള്ളുകയാണ്. നിരന്തരമായ നിലവിളികൾക്ക് കാതു നൽകാത്ത ഭരണാധികാരികൾക്ക് മുൻപിൽ സംഘബലത്തിന്റെ മുദ്രാവാക്യമുയർത്തി പെരിയാർ തീരവാസികൾ ഒത്തുചേർന്നപ്പോൾ 2006 ഡിസംബർ 25-ാം തീയതി ക്രിസ്തുമസ് ദിനത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതി രൂപം കൊണ്ടു. 48 മണിക്കൂർ ഉപവാസത്തിൽ ആരംഭിച്ച അതിജീവന പോരാട്ടത്തിൽ സമരമുറകൾ മാറി മാറി പരീക്ഷിക്കപ്പെട്ടു. റെയിൽ ഉപരോധവും നിയമസഭാ മാർച്ചും മുല്ലപ്പെരിയാർ സമരത്തെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് സഹായകമായി. ഇതുകൊണ്ടും എന്നാൽ തീരവാസികൾക്ക് നീതി ലഭിച്ചില്ല. തുടർ ഭൂചലനങ്ങളും ഡാമിന്റെ ബലക്ഷയവും ജനങ്ങളുടെ ഉറക്കം കെടുത്തിയതോടെ മുല്ലപ്പെരിയാർ സമരത്തിന്റെ 1800-ാം ദിനത്തിൽ സമരം അനിശ്ചിതകാല റിലേ നിരാഹാര സമരത്തിലേക്ക് കടന്നു. 2011 നവംബർ 27 അങ്ങനെ ഇന്ത്യയുടെ സമരചരിത്രത്തിൽ ഇടം നേടുകയായിരുന്നു. ES ബിജിമോൾ MLA, ഷാജി P ജോസഫ്, അൻപയ്യൻ ഐനിവിള, CP റോയി എന്നിവർ ചപ്പാത്തിൽ ആരംഭിച്ച സഹനസമരം ജനശ്രദ്ധ നേടിയതോടെ കേരളം ഒന്നാകെ ചപ്പാത്തിലേക്ക് ഒഴുകിയെത്തി. റോഷി അഗസ്റ്റിൻ, B ബിനു, K അജിത്, സിറിയക് തോമസ്, KN മോഹൻദാസ്, സാബു വേങ്ങവേലി, ചിറ്റയം ഗോപകുമാർ, മോൻസ് ജോസഫ്, ബിനോയ് ഫിലിപ്പ്, B അഭിലാഷ് തുടങ്ങി കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുമുള്ള നേതാക്കളും നിരാഹാരത്തിൽ പങ്കുചേർന്നു. ജാതിമത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ചപ്പാത്തിലേക്ക് ഒഴുകിയെത്തിയതോടെ രാഷ്ട്രീയ നേതൃത്വവും ഇരിപ്പുറയ്ക്കാതെ ഈ കൊച്ചു ഗ്രാമത്തിലെ സന്ദർശകരായി. നേതാക്കളുടെ തീപ്പൊരി പ്രസംഗത്താൽ പെരിയാർ പോലും നാണിച്ച നാളുകൾ. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഒരിക്കലും പാലിക്കപ്പെടാത്ത ഉറപ്പിന്റെ പേരിൽ കോൺഗ്രസ് ആദ്യമായി സമരരംഗത്തു നിന്നും പിന്മാറി. തുടർന്ന് ഓരോരുത്തരും കളം വിട്ടൊഴിഞ്ഞപ്പോൾ ചപ്പാത്തിലെ അനാഥമായ ആയിരക്കണക്കായ രാഷ്ട്രീയ ചിഹ്നങ്ങളായ കൊടിക്കൂറകൾ ലജ്ജയോടെ കാലവും എടുത്തു മാറ്റി. ഇതിനിടയിൽ സമരസമിതിയെ ഒന്നാകെ നടുക്കിക്കൊണ്ട് CP റോയിയുടെ കാലുമാറ്റം ഈ ജനകീയ സമരത്തിന്റെ നട്ടെല്ലിനേറ്റ പ്രഹരവുമായി. ഒരു കാലത്തും സംഭവിക്കരുതാത്ത പരിഹാര നിർദ്ദേശങ്ങൾ ഉയർത്തിയ CP റോയി അക്ഷരാർത്ഥത്തിൽ കേരള ജനതയെ വഞ്ചിച്ച് ജനലക്ഷങ്ങളുടെ ശാപമേറിയലയുന്ന അഭിനവ അശ്വത്ഥാത്മാവായി മാറുകയായിരുന്നു. പക്ഷേ ഈ ജനകീയ സമരത്തിന്റെ പ്രസക്തി ഇതോടെ ചോദ്യം ചെയ്യപ്പെട്ടു. ചപ്പാത്തിൽ നിന്നും ആളും ആരവവും ഒഴിഞ്ഞു. സ്വന്തം ഭരണാധികാരികളും ഇന്ത്യൻ ഭരണകൂടവും പരമോന്നത നീതിപീഠവും എന്തിനേറെ നിയമങ്ങളും ഭരണഘടനയും വരെ കൈവിട്ട ഒരു ഗ്രാമത്തിന്റെ കണ്ണീർ മറ്റൊരു പുഴയാകുമ്പോൾ പക്ഷേ സ്വത്തിനും ജീവനും സംരക്ഷണമെന്ന മുദ്രാവാക്യമുയർത്തി ഇവർ കൂടുതൽ കരുത്തോടെ പോരാട്ടം തുടരുകയാണ്. ഫാദർ ജോയി നിരപ്പേൽ എന്ന ധീരനായകന്റെ പിന്നിൽ ആയിരങ്ങളുടെ പ്രാർത്ഥനകളും പോരാട്ട വീര്യവും നിറഞ്ഞു നിൽക്കുന്നു. ധർമ്മത്തിന് അപജയം സംഭവിക്കുമ്പോൾ അവതരിക്കാറുള്ള അത്ഭുത പിറവി പോലെ ഒന്ന് ഇനി ഇവിടെയും സംഭവിക്കാം. ചപ്പാത്തിലെ സ്ഥിരം പന്തലിൽ നടക്കുന്ന സഹന സമര പോരാട്ടം 2915-ാം ദിവസത്തിലെത്തുമ്പോൾ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ഈ പോരാട്ടം വിജയത്തിലെത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഞങ്ങളും പങ്കാളികളാകുന്നു. അനിൽ കെ ശിവറാം, ന്യൂസ് ഡെസ്ക്. രക്തസാക്ഷി സ്മരണകൾ ഇരമ്പിയ വേദികൾ CPIM കട്ടപ്പന ഏരിയ സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ തുടക്കമായി. 2 ദിവസങ്ങളിലായി കട്ടപ്പന ടൗൺ ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. CPM 21ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് കട്ടപ്പന ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറിയായിരുന്ന KK ചെല്ലപ്പന്റെ പേരിലാണ് സമ്മേളന നഗരി ഒരുക്കിയിരിക്കുന്നത്.
ഏരിയ കമ്മിറ്റി അതിർത്തിയിലെ 12 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട 137 പ്രതിനിധികളും 19 ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 9:30 പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. തുടർന്ന് ചുവപ്പ് സേനാ മാർച്ചും പ്രതിനിധികളുടെ പ്രകടനവും ടൗൺ ഹാളിൽ നിന്ന് പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലേക്ക് നടന്നു. പഞ്ചായത്ത് മൈതാനിയിൽ തയ്യാറാക്കിയിരുന്ന കൊടിമരത്തിൽ ആദ്യകാല CPM നേതാവായിരുന്ന KR രാജപ്പൻ പതാക ഉയർത്തി. പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സമ്മേളന നഗരിയിലേക്ക് തിരികെ പോയത്. ടൗൺ ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് PS രാജൻ ഉദ്ഘാടനം ചെയ്തു. മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സമ്മേളനങ്ങൾ നടത്തുന്നത്. സമ്മേളനങ്ങളിൽ വെച്ച് ഏകകണ്ഠമായ ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രകാരം അതിന്റെ സെക്രട്ടറിയെയും അതിന്റെ കമ്മിറ്റിയെയും നമ്മൾ തിരഞ്ഞെടുക്കും. ഈ ഒരു രീതി ജനാധിപത്യ പാർട്ടികൾ എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തെ ഒരു ബൂർഷ്വാ പാർട്ടികൾക്കുമില്ല. എന്നാൽ ആ പാർട്ടികൾ നമ്മുടെ പാർട്ടിക്കകത്ത് ജനാധിപത്യമില്ല എന്നാണ് പറയുന്നത്. ആ പാർട്ടികളെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ അവരും നമ്മുടെ പാർട്ടിക്കകത്ത് ജനാധിപത്യമില്ല എന്നാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ജനാധിപത്യപരമായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗം KA മണി കൺവീനറായുള്ള പ്രസിഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KK ജയചന്ദ്രൻ MLA സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി KR സോദരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KS മോഹനൻ, A രാധാകൃഷ്ണൻ, PA രാജു, ജില്ലാ കമ്മിറ്റി അംഗം N ശിവരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്തുകൊണ്ട് സമ്മേളനം നാളെ സമാപിക്കും. ഹൈറേഞ്ചിന്റെ വിപ്ലവാവേശം ഗാനങ്ങളിൽ നിറച്ച് ഒരു കൂട്ടം കലാകാരന്മാർ രംഗത്തെത്തി. CPIM കട്ടപ്പന ഏരിയ സമ്മേളന വേദിയെ സംഗീത സാന്ദ്രമാക്കി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിയുടെ സാംസ്കാരിക വിഭാഗമാണ് സമ്മേളന നഗരിയിൽ വിപ്ലവ ഗാനങ്ങൾ അവതരിപ്പിച്ചത്. കാർഷിക കേരളത്തിന്റെ ഭൂമികയിൽ മണ്ണിനും മനുഷ്യ സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടന്ന എണ്ണമറ്റ പോരാട്ടങ്ങളിൽ ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികൾക്കും സഹന സമരങ്ങളുടെ അമരക്കാർക്കും പ്രണാമമർപ്പിച്ചുകൊണ്ടുള്ള ഗാനങ്ങളായിരുന്നു കൊടിമരവും രക്തസാക്ഷി മണ്ഡപവും സ്ഥാപിച്ച പഞ്ചായത്ത് മൈതാനിയിൽ ഉയർന്നത്. സ്വാഗതഗാനത്തിലെ ചന്ദനച്ചാറുകൊണ്ടല്ല ചരിത്രങ്ങൾ ചങ്കില ചോര കൊണ്ടത്രേ രചിച്ചു നാം എന്ന വരികൾ ഗായകർ പാടിയപ്പോൾ അത് പോയ കാലത്തെ സമരചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലായി മാറി. അമരാവതിയിലും കീരിത്തോട്ടിലും ഭരണകൂട ഭീകരത കർഷകരെ സ്വന്തം ഭൂമിയിൽ നിന്ന് ആട്ടിപ്പായിച്ചപ്പോൾ അവിടെ നന്മയുടെ കൈത്തിരിവട്ടവുമായി ഓടിയെത്തിയ പാവപ്പെട്ടവരുടെ പടത്തലവൻ AKGക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ടുള്ള ഗാനം ആസ്വാദകരുടെ കണ്ണുകളെ നനയിച്ചു. ഹൈറേഞ്ചിന്റെ കാവ്യലോകത്ത് വാക്കുകൾ കൊണ്ട് ഇടിമുഴക്കം തീർത്ത സുഗതൻ കരുവാറ്റയും കാഞ്ചിയാർ രാജനുമാണ് തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവാവേശത്തിന് അക്ഷരക്കൂട്ടൊരുക്കിയത്. സഹന സമരങ്ങളോട് തന്റെ സംഗീത സാന്നിധ്യം കൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പാലാ തങ്കച്ചനാണ് ഗാനങ്ങൾക്ക് ഈണമിട്ടത്. ഗായകരായ KK രാജേഷ്, ഷിജോ ദാമോദർ, ബീന സോദരൻ, കലാസജി എന്നിവർ ഗാനങ്ങൾക്ക് സ്വരം പകർന്നു. ബിജോയി സ്വരലയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചു. വയലാർ, ONV, പിരപ്പൻകോട് മുരളി, എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, കരിവള്ളൂർ മുരളി, മുരുകൻ കാട്ടാക്കട തുടങ്ങിയ വിപ്ലവ കവികൾ കലാകേരളത്തിന് സമ്മാനിച്ച വിപ്ലവഗാന ശാഖയിലേക്ക് പുതിയ സാന്നിധ്യമാവുകയാണ് ഹൈറേഞ്ചിലെ കലാകാരന്മാരൊരുക്കിയ ഈ വിപ്ലവഗാനങ്ങൾ. CPM ഏരിയ സമ്മേളനങ്ങൾക്ക് തിരശ്ശീലയിട്ടുകൊണ്ട് ജനുവരിയിൽ മൂന്നാറിൽ ജില്ലാ സമ്മേളനത്തിന് കൊടിയൂരുമ്പോഴേക്ക് ഈ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത് ആസ്വാദക ഹൃദയങ്ങളിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അണിയറ പ്രവർത്തകർ. KM സുനോബി, കൾച്ചറൽ ഡെസ്ക്, ഇടുക്കി നെറ്റ്. കട്ടപ്പന പാറക്കടവിന് സമീപം വാഹനാപകടം നടന്നു. ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 7 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഞായറാഴ്ച വൈകിട്ട് 6:30 പാറക്കടവ് ജംഗ്ഷനിലായിരുന്നു അപകടം. കട്ടപ്പനയിൽ നിന്ന് അന്യാർതുളുവിന് പോയ ഓട്ടോറിക്ഷയും പുളിയമ്മലയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് വരികയായിരുന്ന മറ്റൊരു ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. പുളിയമ്മലയിൽ നിന്ന് വന്ന ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ അമൃതലിംഗം, ഈ ഓട്ടോയിലെ യാത്രക്കാരായ പുളിയമ്മല ഹരിജൻ കോളനിയിൽ മാരിയപ്പൻ, മല്ലിക, ഷീല എന്നിവർക്കും കട്ടപ്പനയിൽ നിന്ന് പോയ ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ രാമക്കൽമേട് പഴയാങ്കൽ സജി, ഇയാളുടെ അച്ഛൻ രാജു, ഭാര്യ മീനു എന്നിവർക്കുമാണ് പരിക്കേറ്റത്. നേരെയുള്ള റോഡിൽ ഇരുവാഹനങ്ങളും നേർക്കുനേർ ഇടിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ പറകൂടെ നേരെ നമ്മുടെ സൈഡ് ചേർന്ന് എഡ്ജ് ചേർന്നാണ് വന്നത്. അന്നേരം ഇപ്പോൾ നേരെ ഓട്ടോറിക്ഷ വന്ന് നേരെ ഇടിച്ചു, നേരിടിച്ചു. പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നീടാകുമ്പോൾ അവരുടെ അമ്മയ്ക്ക് ആ ചോരയൊക്കെ കണ്ടപ്പോൾ എനിക്ക് വെപ്രാളമായി.
ഓടിക്കൂടിയ നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച ഇവരിൽ ഗുരുതരമായി പരിക്കേറ്റ മല്ലിക, ഷീല എന്നിവരെ ഐസിയുവിലേക്ക് മാറ്റി. കട്ടപ്പന ഡിവൈഎസ്പി പി കെ ജഗദീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തി പരിക്കേറ്റവരുടെ മൊഴിയെടുത്തു. ദേവികുളത്തെ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്നത് പരിഭ്രാന്തി പരത്തി. അടുപ്പിൽ നിന്നും ഗ്യാസ് പൈപ്പിലേക്ക് തീ പടർന്നുവെങ്കിലും അഗ്നിശമന സേനയുടെ ഇടപെടൽ വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. ദേവികുളം RDO ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ ലീക്ക് ചെയ്തതാണ് പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു നാടിനെ മുൾമുനയിൽ നിർത്തിയ തീപിടുത്തമുണ്ടായത്. അടുപ്പിൽ നിന്നും ഗ്യാസ് പൈപ്പിലേക്ക് തീ പടരുകയായിരുന്നു. ഇത് അണയ്ക്കാൻ നാട്ടുകാർ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. തുടർന്ന് മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി ലീക്ക് ചെയ്തുകൊണ്ടിരുന്ന സിലിണ്ടർ പുറത്തേക്കെത്തിച്ച് സമീപത്തുള്ള കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഫയർഫോഴ്സിന്റെ സമയോചിത ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. ഹോട്ടൽ ജോലിക്കാരനായ പ്രശാന്തിന് കയ്യിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ഇയാളെ ദേവികുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചികിത്സ നൽകി. ഹോട്ടലിൽ ഉണ്ടായിരുന്ന സാധനങ്ങളും കത്തിനശിച്ചു. അടിമാലിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ലാൻഡിംഗ് തകർന്ന് 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ലൈബ്രറി റോഡിലെ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിമാലി ലൈബ്രറി റോഡിൽ ലക്ഷ്മി ഹോസ്പിറ്റലിന് സമീപത്ത് നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ലാൻഡിംഗ് തകർന്നാണ് 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. കെട്ടിടം വാർക്കുന്നതിനായി നിർമ്മിച്ച ലാൻഡിംഗാണ് തെന്നി വീണത്. 32 ജോലിക്കാരാണ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. രാവിലെ 8:45 ജോലികൾ ആരംഭിച്ച സമയത്താണ് അപകടം നടക്കുന്നത്. കോൺക്രീറ്റുമായി ലാൻഡിംഗിലൂടെ കെട്ടിടത്തിന് മുകളിലേക്ക് കയറുമ്പോഴാണ് നിർമ്മാണത്തിലെ അപാകത മൂലം ലാൻഡിംഗ് തെന്നി. ഈ സമയത്ത് ലാൻഡിംഗിലുണ്ടായിരുന്ന ചിന്നപ്പാറക്കുടി സ്വദേശി സലോമി, കഞ്ഞിക്കുഴി സ്വദേശി ശശി, മച്ചിപ്രാവ് സ്വദേശി ടോമി എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അപകടത്തിന് ശേഷം തെന്നിമാറിയ ലാൻഡിംഗിന് പകരമായി നിർമ്മിച്ച ലാൻഡിംഗും ഇത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ലാൻഡ് കയറി കോൺക്രീറ്റും കൊണ്ട് പോകുമായിരുന്നു. ചട്ടി കൊടുത്തിട്ട് ഞാൻ താഴെ ഇറങ്ങി. ഒരാൾ മേളിലേക്ക് കയറിപ്പോയി. 3 പേര് ഇതിലുണ്ടായിരുന്നു. 3 പേരും കൂടെ ലാൻഡ് സെറ്റോടെ പറഞ്ഞ് അടിച്ചങ്ങോട്ട്. അന്നേരം ഇതിൽ അടി പോയി. എവിടേക്ക് അടിച്ച് എങ്ങനെ വീണേന്നൊന്നും ഒരു പിടിയില്ല. ആ ചേച്ചി മുകളിലായിരുന്നു. എന്നാ ചേച്ചിക്ക് ശരിക്കും പറ്റി. മൃഗഡോക്ടറുടെ അനാസ്ഥ മൂലം പശു ചത്തതായി പരാതി. കട്ടപ്പന താമരത്തോട്ടത്തിൽ ആൻസി സെൽവരാജിന്റെ പശുവാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ചത്തത്. മൃഗഡോക്ടറുടെ അനാസ്ഥ മൂലം പശു ചത്തതായി പരാതി. പശുവിന് രോഗം ബാധിച്ച വിവരം മൃഗാശുപത്രിയിൽ അറിയിച്ചെങ്കിലും ഡോക്ടർമാർ വരാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പശു ചത്തതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കുറച്ചു ദിവസങ്ങളായി ഈ പശുവിന് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. ഈ വിവരം മൃഗാശുപത്രിയിൽ അറിയിച്ചെങ്കിലും ആശുപത്രിയിൽ നിന്നും അധികൃതർ എത്തുകയോ പശുവിനെ പരിശോധിക്കുകയോ വേണ്ട മരുന്നുകൾ ചെയ്യുകയോ ചെയ്തില്ല. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ക്ഷീണം ബാധിച്ച പശു താഴെ വീഴുകയും മരണമടയുകയും ചെയ്തത്. താമരത്തോട്ടത്തിൽ ആൻസി സെൽവരാജിന്റെ പശുവാണ് കഴിഞ്ഞ ദിവസം മൃഗഡോക്ടർ എത്താത്തതിനെ തുടർന്ന് ചത്തത്. പശുവിനെ ഞാൻ തൊഴുത്തിൽ പോയപ്പോൾ മേലെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അന്നേരം തന്നെ അണ്ണാച്ചിയെ പറഞ്ഞു വിട്ടു ആശുപത്രിയിലോട്ട്. 4 പ്രാവശ്യം ആശുപത്രിയിൽ പോയപ്പോൾ 4 പ്രാവശ്യം ഡോക്ടറില്ല. 4ാമത്തെ പ്രാവശ്യം ആശുപത്രിയിൽ അണ്ണാച്ചി വന്ന സമയത്ത് പശു ചത്തുപോയി. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ പെണ്ണുങ്ങളാണ് ഇതേപോലെ പശുവിനെ വളർത്തുന്നതും വീട്ടിൽ എപ്പോഴും ആണുങ്ങൾ കാണത്തില്ല. കാണാത്ത സമയങ്ങളിൽ ഞാൻ ആരെങ്കിലും പറഞ്ഞു വിടും. പക്ഷെ ഒരു സമയത്ത് പോലും ഡോക്ടർമാർ ഇവിടെ വരാറുമില്ല. അവർ മരുന്ന് തരാറുമില്ല. അതേസമയം ഫോണിൽ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ അവരെടുക്കാറില്ല. പ്രത്യേകിച്ച് ഈ ടൗൺ ഏരിയയിൽ എപ്പോഴും ഒരു ഡോക്ടറുടെ ആവശ്യമുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മുടെ മൃഗാശുപത്രിയിൽ ഒരു ഡോക്ടറില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടുകാർ ചേർന്ന് പശുവിനെ കുഴിച്ചിട്ടു. മണ്ണിന്റെ മണമുള്ള കാവ്യങ്ങളിലൂടെ മലയാളിയെ ത്രസിപ്പിച്ച ശ്രേഷ്ഠകവി വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഓർമ്മയായിട്ട് ഇന്ന് 29 വർഷങ്ങൾ. മലയാളത്തിന്റെ ശ്രേഷ്ഠകവിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഇടികിനെറ്റിന്റെ സ്മരണാഞ്ജലി. ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതി ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരനായിരുന്നു വൈലോപ്പള്ളി ശ്രീധരമേനോൻ. 1911 മെയ് 11 എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ കൊച്ചുകുട്ടൻ കർത്താവിന്റെയും നാണിക്കുട്ടി അമ്മയുടെയും പുത്രനായിരുന്നു വൈലോപ്പള്ളിയുടെ ജനനം. സസ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ശേഷം 1931 അധ്യാപന വൃത്തിയിൽ പ്രവേശിച്ചു. ഭാനുമതി അമ്മയെ വിവാഹം ചെയ്തു. 2 ആൺമക്കളാണ് ഈ ദമ്പതികൾക്ക്, ശ്രീകുമാർ, വിജയകുമാർ എന്നിവർ. 1966 ഹൈസ്കൂൾ പ്രധാനാധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതത്തോട് വൈലോപ്പള്ളി വിട പറഞ്ഞത്. മലയാളിയുടെ ഏറ്റവും സൂക്ഷ്മമായ രഹസ്യങ്ങളിൽ രൂപകങ്ങളുടെ വിരലുകൾ കൊണ്ട് സ്പർശിച്ച കവിയാണ് വൈലോപ്പള്ളി. എല്ലാ മരുഭൂമികളെയും നാമകരണം ചെയ്ത് മുന്നേറുന്ന അജ്ഞാതനായ പ്രവാചകനെ പോലെ മലയാളിയുടെ വയലുകൾക്കും തൊടികൾക്കും സഖ്യപർവ്വതത്തിനും കൈപ്പവല്ലരിക്കും മരണത്തിനും മഴകൾക്കുമെല്ലാം കവിതയിലൂടെ അനശ്വരതയുടെ നാമം നൽകിയ കവി കൂടിയായിരുന്നു വൈലോപ്പള്ളി. മാമ്പോവിന്റെ മണവും കൊണ്ടെത്തുന്ന വൃശ്ചികക്കാറ്റ് മലയാളിയുടെ ഓർമ്മകളിലേക്ക് സങ്കടത്തിന്റെ ഒരശ്രുധാരയും കൊണ്ടുവരുന്നുണ്ട്. വൈലോപ്പള്ളിയുടെ മാമ്പഴത്തിലൂടെ മലയാളി അനുഭവിച്ചറിഞ്ഞ പുത്രദുഃഖം ഒരുപക്ഷെ ഭൂമിയുടെ അനശ്വരമായ മാതൃത്വത്തിലേക്ക് തിരിച്ചുപോയ പുത്രന്മാരുടെയും ജനപദങ്ങളുടെയും ഓർമ്മ കൂടിയാണ്.
സാഹിത്യ നിപുണൻ ബഹുമതി, മദ്രാസ് ഗവൺമെന്റ് അവാർഡ്, ആശാൻ പ്രൈസ്, സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവ വൈലോപ്പിള്ളിയുടെ രചനകൾക്ക് ലഭിച്ചിട്ടുണ്ട്. മാമ്പഴം, കന്നിക്കൊയ്ത്ത്, ശ്രീരേഖ, കുടിയൊഴിക്കൽ, ഓണപ്പാട്ടുകാർ, വിത്തും കൈക്കൊത്തും, കടൽക്കാക്കകൾ, കൈപ്പവല്ലരി, മകരക്കൊയ്ത്ത്, വൈലോപ്പിള്ളി കവിതകൾ, അന്തിചായുന്നു എന്നിവയാണ് വൈലോപ്പിള്ളിയുടെ പ്രധാന കാവ്യങ്ങൾ. ഋഷിശൃംഖനും അലക്സാണ്ടറും എന്ന നാടകവും കാവ്യലോക സ്മരണകൾ എന്ന ഓർമ്മക്കുറിപ്പുകളും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. ഓണപ്പെരിഞ്ചന്തവക്കിൽ സ്വന്തമായതൊക്കെയും വിൽപ്പനയ്ക്ക് വെക്കേണ്ടി വരുന്ന ദരിദ്ര മലയാളിയുടെ ജീവിതത്തെ അക്ഷരങ്ങളിലൂടെ വരച്ചിട്ട ആ കാവ്യബിംബം അസ്തമിച്ചത് 1985 ഡിസംബർ മാസം 22-നായിരുന്നു. മലയാളി ജീവിതത്തെ അക്ഷരങ്ങളിലൂടെ പകർന്നുവെച്ച ശ്രേഷ്ഠ കവിക്ക് ഇടുക്കി നെറ്റിന്റെ പ്രണാമം. നേരമോടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. കൾച്ചറൽ ഡെസ്ക്, ഇടുക്കി നെറ്റ്. കട്ടപ്പന പള്ളിക്കവല റോഡിൽ പൈപ്പ് പൊട്ടി ജലം പാഴാവുകയാണ്. നിരവധി തവണ അധികൃതരെ അറിയിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ല എന്നാണ് ആക്ഷേപം. കട്ടപ്പന പള്ളിക്കവല റോഡിൽ FC കോൺവെന്റിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുകയാണ്. ഏകദേശം 5000-ഓളം കുടുംബങ്ങൾക്ക് ജലമെത്തിക്കുന്ന പ്രധാന പൈപ്പാണ് പൊട്ടി ജലമൊഴുകുന്നത്. കുടിവെള്ളക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. നിരവധി തവണ അധികൃതരെ വിവരമറിയിച്ചെങ്കിലും പ്രശ്നപരിഹാരമുണ്ടാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. രാവിലെയും വൈകിട്ടും വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്താണ് വ്യാപകമായി പാഴാകുന്നത്. പൈപ്പ് പൊട്ടി ജലം ഓടയിലൂടെ ഒഴുകുന്നതിനാൽ ഇത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കട്ടപ്പന മേഖലയിൽ കുടിവെള്ളത്തിനായി കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വെള്ളം ശേഖരിക്കേണ്ട അവസ്ഥയിൽ നിരവധി പേർ ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ കുടിവെള്ളം പാഴാകുന്നതിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കാത്തത്. പീരുമേട് അഴുതപ്പാലം അപകടാവസ്ഥയിലേക്ക്. ആയിരക്കണക്കായ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ പ്രതിദിനം കടന്നുപോകുന്ന കൊല്ലം തേനി ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന അഴുതപ്പാലമാണിപ്പോൾ അപകട ഭീഷണി നേരിടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം തേനി ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന പീരുമേട് അഴുത ബ്രിഡ്ജിന് മുമ്പിലാണ്. 1977 പണി കഴിച്ച ഈ പാലം ഇന്ന് അപകട ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 110 വർഷങ്ങൾക്ക് മുമ്പ് രാജഭരണകാലത്ത് നിർമ്മിച്ച പഴയ പാലത്തിന്റെ സ്ഥിതി അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് അഴുത നദിക്ക് കുറുകെ പുതിയ പാലം നിർമ്മിച്ചത്. ദേശീയപാത 183-ൽ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനാണ് പീരുമേട് അഴുത നദിക്ക് കുറുകെ ഇരുമ്പ് കൊണ്ടൊരു പാലം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു. പഴയ പാലത്തിന്റെ കാലപ്പഴക്കവും ബലക്ഷയവും തകരാറും കണക്കിലെടുത്താണ് 1977-ൽ പുതിയ പാലമായ അഴുത പാലം നിർമ്മിച്ചത്. പുതിയ പാലത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് പാലം അപകടാവസ്ഥയിലാകുവാൻ കാരണമാകുന്നത്. മഴക്കാലമാകുമ്പോൾ പാലത്തിൽ വെള്ളം കയറുന്നതും ഭാരമേറിയ വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നുപോകുമ്പോൾ പാലത്തിന് കുലുക്കം അനുഭവപ്പെടുന്നതും പാലത്തിന്റെ ബലക്ഷയത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ആ പുതിയ പാലം 1977-ൽ പണിതാണ്. പക്ഷേ പാലം വളരെ ബലക്ഷയമായിട്ട് നിൽക്കുകയാണ്. രണ്ട് സൈഡിലും മരങ്ങൾ വളർന്ന് പാലത്തിലെ കല്ലുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മഴ സമയങ്ങളിൽ പാലം നിറച്ചും വെള്ളമാണ്. രണ്ട് സൈഡിലുമുള്ള റോഡിലുള്ള വെള്ളങ്ങൾ മുഴുവൻ പാലത്തിൽ വന്ന് കെട്ടിക്കിടക്കുകയും നാട്ടുകാർക്ക് അതുവഴി നടന്നു പോകാൻ ബുദ്ധിമുട്ടുമാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകളാണ് ദിവസേന ഈ പാലത്തിലൂടെ കടന്നുപോകുന്നത്. മാത്രമല്ല ശബരിമല സീസൺ ആയതോടെ നൂറുകണക്കിന് ശബരിമല ഭക്തന്മാരുടെ വാഹനങ്ങളും ടൂറിസ്റ്റ് വാഹനങ്ങളും ഈ അഴുത പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അപകട ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉടനടി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദിവസേന നൂറുകണക്കിന് കാൽനട യാത്രികരും ആയിരക്കണക്കിന് വാഹനങ്ങളും കടന്നുപോകുന്ന പാലമാണ് അഴുത പാലം. ഭാരമേറിയ വാഹനങ്ങൾ പാലത്തിലൂടെ കടന്നുപോകുന്നുണ്ടാകുന്ന കുലുക്കം പാലത്തിന്റെ ബലക്ഷയത്തെ ചൂണ്ടിക്കാണിക്കുന്നു. പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തി പാലത്തെ സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റിപ്പോർട്ടർ ജോബിൻ തോമസിനും ക്യാമറമാൻ ജെഫിൻ രാജിനുമൊപ്പം ഷിനു ജോൺ, ഇടുക്കി നെറ്റ് ന്യൂസ്. ദളിത് ആദിവാസി ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടന്നു. ആദിവാസികളുടെ ഭൂമി പ്രശ്നം ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. ആദിവാസികൾക്ക് സർക്കാർ പലപ്പോഴായി വാഗ്ദാനം ചെയ്ത ഭൂമിയും വീടും അനുവദിച്ചു നൽകുക, ഭൂമി ലഭിച്ചിട്ടുള്ളവർക്ക് ഭൂമിയുടെ കൈവശ രേഖകൾ നൽകുക, ആദിവാസികളുടെ മക്കൾക്ക് പഠനം, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള സഹായങ്ങൾ യഥാക്രമം ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായി ദളിത് ആദിവാസി ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ അവകാശ പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരുന്നു. ഈ സമരജാഥയുടെ സമാപനമെന്നോണം ഇന്ന് സംഘടനയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയായിരുന്നു. സമരം ഐക്യ മലയര മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് CR ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ജനവിഭാഗങ്ങൾ നടത്തുന്ന സമരം എന്തുകൊണ്ടാണ് ഗൗരവപൂർവ്വം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റും എടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമ്മെ സംബന്ധിച്ച് പറയാൻ സാധാരണക്കാരന് 2 മണിക്കൂർ നിൽക്കാൻ കഴിയില്ല. ആ സ്ഥാനത്താണ് വയറ് വിശപ്പിന്റെ ആധിക്യം മറന്ന് കെട്ടിവെടിഞ്ഞുകൊണ്ട് തന്നെ 5 മാസം
നിൽപ്പ് സമരം പിന്നിടേണ്ടി വന്നു. അവർക്ക് തീരുമാനമെത്തോ എന്താണ്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഗവൺമെന്റോ പ്രത്യേകവും നമ്മൾ പറയേണ്ടതുണ്ട്, ആരും ആ സമരത്തെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം PD അനിൽകുമാർ, അഡ്വക്കേറ്റ് ബിനോയ് ജോസഫ്, സജി നെല്ലാനിക്കാട്ട്, ജോർജ് എണ്ണശ്ശേരി, VM വീനസ്, P ശാരദ, KJ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം അടിമാലി ഫെസ്റ്റിന് ഈ മാസം 26-ന് തുടക്കം. അഖില കേരള കാർഷിക വിള പ്രദർശനം, ആദിവാസി കലാമേള തുടങ്ങിയവ ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണമാകും. അൻപത് വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിനഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. മഴവില്ലിനഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, Kattappana. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ് സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ വിളിച്ച് പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. Petro Fashion, highly inflammable fashion. പള്ളിക്കവല, കട്ടപ്പന. ട്രെൻഡി ഡിസൈൻ. കല്യാണത്തിന് മോൾക്ക് സ്വർണ്ണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, ഹൈറേഞ്ചിലെ ഒരേ ഒരു വെഡിങ് ജ്വല്ലറി. സ്ട്രോങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. വാർത്തകൾ തുടരുന്നു. അടിമാലി ഫെസ്റ്റിന് ഈ മാസം 26-ാം തീയതി തുടക്കമാകും. അഖില കേരള കാർഷിക വിള പ്രദർശനം, ആദിവാസി കലാമേള തുടങ്ങിയവ ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണമായിരിക്കും. 1992 മുതലാണ് അടിമാലി ഫെസ്റ്റ് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ അടിമാലി അറ്റാഡ്സും തുടർന്ന് അടിമാലി പഞ്ചായത്തുമാണ് അടിമാലി ഫെസ്റ്റിന് നേതൃത്വം നൽകിയത്. ഇക്കുറി ഇവരെയെല്ലാം ഉൾപ്പെടുത്തി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. ഹൈറേഞ്ച് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ 26 മുതൽ 31 വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത്. 20-ന് ദീർഘദൂര മാരത്തോണോടുകൂടി ഫെസ്റ്റിന് ആരംഭമായി.
ഹൈറേഞ്ചിലെ പ്രധാന വെള്ളച്ചാട്ടമായ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്നുമാണ് ഫെസ്റ്റ് സന്ദേശ മാരത്തോൺ ആരംഭിച്ചത്. തുടർന്ന് 26 മുതൽ നടക്കുന്ന അടിമാലി ഫെസ്റ്റിൽ അഖില കേരള കാർഷിക വിള പ്രദർശനമാണ് മുഖ്യ ഇനം. കൂടാതെ വിനോദവും വിജ്ഞാനപ്രദവുമായ എക്സിബിഷൻ സ്റ്റാളുകൾ, അമ്യൂസ്മെന്റ് പാർക്കുകൾ, ആദിവാസി ഫെസ്റ്റ് അടിമാലി ഫെസ്റ്റിനോടനുബന്ധിച്ചും നടക്കും. 6 ദിവസവും കൾച്ചറൽ പ്രോഗ്രാമുകൾക്ക് പുറമെ വൈവിധ്യവും വികസനോന്മുഖവുമായ പരിപാടികളാണ് ഫെസ്റ്റിനായി ഒരുക്കിയിരിക്കുന്നത്. SNDP കട്ടപ്പന ശാഖയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 20 ഏക്കർ ഗുരുദക്ഷിണ കുടുംബയോഗത്തിന്റെ വാർഷികാഘോഷങ്ങൾ നടന്നു. മലനാട് SNDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ബിജു മാധവൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഗുരുദക്ഷിണ കുടുംബയോഗത്തിന്റെ 2ാമത് വാർഷികാഘോഷമാണ് 20 ഏക്കറിൽ നടന്നത്. ആഘോഷ പരിപാടികളിൽ ശാഖായോഗം പ്രസിഡന്റ് KN റെജി അധ്യക്ഷനായിരുന്നു. യോഗം എന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കീഴ്ഘടകമായി നിൽക്കുന്നതും എന്നാൽ ഏറ്റവും ശക്തി പകർന്നു നൽകുന്നതുമായ ഒരു ഘടകം ആണ്, അല്ലെങ്കിൽ ആ ഒരു പോഷക സംഘടനയുടെ എന്ന പോലെ തന്നെ ഒരു ഭാഗമായി നിൽക്കുന്നതാണ് കുടുംബയോഗം. കുടുംബയോഗം സെക്രട്ടറി KN ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ് മാലിൽ, ജയശ്രീ ഷൈൻ, തോമസ് മൈക്കിൾ, ശാഖായോഗം സെക്രട്ടറി സാബു അറയ്ക്കൽ, ശാഖായോഗം വൈസ് പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ, യൂണിയൻ കമ്മിറ്റി അംഗം CN സന്തോഷ് കുമാർ, വനിതാ സംഘം പ്രസിഡന്റ് ഷീബ വിജയൻ, വനിതാ സംഘം സെക്രട്ടറി ലളിത മോഹനൻ, കുടുംബയോഗം ഖജാൻജി തങ്കച്ചൻ പുളിക്കത്തടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുടുംബയോഗം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് ADS വാർഷികാഘോഷങ്ങൾ നടന്നു. കുന്തളംപാറയിൽ നടന്ന വാർഷികാഘോഷം കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് ADSന്റെ 3ാം വാർഷികാഘോഷങ്ങൾക്കാണ് കുന്തളംപാറ വേദിയായത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി വാർഷികാഘോഷങ്ങൾക്ക് തിരിതെളിച്ചു. രാഷ്ട്രീയമുണ്ട്, പക്ഷെ ഒരിക്കലും നമ്മുടെ കുടുംബശ്രീ മാത്രം രാഷ്ട്രീയം വന്നിട്ടില്ല. അതിന് ഒരിക്കലും വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കുടുംബശ്രീയില് അല്ലെങ്കിൽ നമ്മുടെ NHകളില് നമുക്ക് നല്ലതായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ നമുക്ക് കയറി വരണം. ADS പ്രസിഡന്റ് ഷാന്റി ഷാജി അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗം ശോഭ തോമസ് ആമുഖ പ്രഭാഷണം നടത്തി. CDS അംഗം ഷാന്റി തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷേർലി കൊച്ചുകുടി, CDS ചെയർപേഴ്സൺ ബിന്ദു ലോഹിതാഷൻ, ADS സെക്രട്ടറി സുജാത ഫ്രാൻസിസ്, ജനശ്രീ മണ്ഡലം പ്രസിഡന്റ് സൈമൺ മാമലശ്ശേരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. വാർഡിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ പഞ്ചായത്ത് അംഗം ശോഭ തോമസിനെ യോഗത്തിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. കലാപരിപാടികളുടെ ഭാഗമായി മോനിഷ C വിജയൻ അവതരിപ്പിച്ച കൗതുക വാർത്ത ശ്രദ്ധേയമായി. CPI പീരുമേട് മണ്ഡലം സമ്മേളനത്തിന് കുമളിയിൽ തുടക്കമായി 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി CN ചന്ദ്രൻ നിർവഹിച്ചു. കുമളി ടൗണിനെ ചെങ്കടലാക്കിയാണ് CPIയുടെ പീരുമേട് മണ്ഡല സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. പ്രതിനിധി രജിസ്ട്രേഷൻ, പതാകയുയർത്തൽ, രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ടൗണിലൂടെ പ്രകടനം എന്നിവ നടന്നു. CPIയുടെ പീരുമേട് മണ്ഡലത്തിലെ 8 ലോക്കൽ കമ്മിറ്റികളിലായി 184 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. തുടർന്ന് ഹോൾഡേ ഹോമിൽ സ്വാഗത സംഘം ചെയർമാൻ VK ബാബുക്കുട്ടി അധ്യക്ഷത വഹിച്ച യോഗം CPIയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KK ശിവരാമൻ, മാത്യു വർഗീസ്, ES ബിജിമോൾ MLA, വാഴൂർ സോമൻ, PS ഭാസ്കരൻ, TR ശശിധരൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. 82ാമത് കിഴക്കൻ മേഖല ശിവഗിരി പദയാത്രയ്ക്ക് തുടക്കമായി. വിവിധ സ്ഥലങ്ങൾ പിന്നിട്ട് പദയാത്ര 29ാം തീയതി ശിവഗിരിയിൽ എത്തിച്ചേരും. ശിവഗിരിയെ ഒരു പുണ്യസ്ഥലമായി ഗുരുദേവൻ കൽപ്പിച്ചിരിക്കുന്നു. ശിവഗിരി എന്ന പുണ്യസ്ഥലത്തേക്കുള്ള വ്രതശുദ്ധിയോടും വിശ്വാസത്തോടുമുള്ള തീർത്ഥയാത്ര ഒരു ശാരീരിക മാനസിക ശുദ്ധീകരണം കൂടിയാണ്. ഈ ശുദ്ധീകരണത്തിലൂടെ ഭക്തിയും ജ്ഞാനവും കർമ്മവുമെല്ലാം മനുഷ്യരിൽ തെളിഞ്ഞു പ്രകാശിക്കുന്നു. ഗുരുവിനെ സ്മരിച്ചും പ്രാർത്ഥിച്ചും ജപിച്ചും ശ്രവിച്ചും കൊണ്ടുള്ള ഈ തീർത്ഥയാത്ര പാപങ്ങൾ അകറ്റി നമ്മെ പുണ്യാത്മാക്കളാക്കുന്നു. ഈ പുണ്യത്തിന്റെ നിറവിൽ അറിവിന്റെ തീർത്ഥാടനം കൂടിയാകുമ്പോൾ ജീവിതത്തിന് പുതുവെളിച്ചം ചൈതന്യവും കൈവരുന്നു എന്ന വിശ്വാസത്തിലാണ് ശിവഗിരി തീർത്ഥാടന യാത്ര നടത്തുക. കുമളി ചക്കുവള്ളം ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നും വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച തീർത്ഥാടന പദയാത്ര ഡിസംബർ 21 ആരംഭിച്ച് 29 ശിവഗിരിയിൽ എത്തിച്ചേരും. ശിവഗിരി തീർത്ഥാടന പദയാത്രയിൽ നാരായണ ധർമ്മവൃത സ്വാമികൾ, ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്, PN രാഘവൻ, KR ബാബു കൊട്ടാരത്തിൽ, ബ്രഹ്മചാരി വിശ്വംഭരൻ, PN രവിലാൽ, CK ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. ഇനി ക്രിസ്തുമസ് വിശേഷങ്ങളിലേക്ക്. അനധികൃതമായി കടത്താൻ ശ്രമിച്ച പടക്കങ്ങൾ രാമക്കൽമേട്ടിൽ പിടികൂടി. ക്രിസ്തുമസ് വിപണി ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന പടക്കങ്ങളാണ് പിടികൂടിയത്. സംഭവത്തിൽ ചോറ്റുപാറ ആദർശ് ഭവനിൽ ബൈജുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
തമിഴ്നാട്ടിൽ നിന്നും വാങ്ങിയ പടക്കങ്ങൾ വാഹനത്തിൽ അടിവാരത്തിലെത്തിച്ചതിനു ശേഷം തലച്ചുമടായി രാമക്കൽമേട്ടിലെത്തിക്കുകയായിരുന്നു. പിന്നീട് വാഹനത്തിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ പ്രതിയെ തടഞ്ഞുവെക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. കമ്പിത്തിരി, മത്താപ്പ്, പൂത്തിരി എന്നിവയടക്കം 25,000 രൂപയുടെ പടക്കങ്ങളാണ് പിടികൂടിയത്. ക്രിസ്തുമസ് വിപണി ലക്ഷ്യം വെച്ച് എത്തിച്ചവയായിരുന്നു ഇവ. ക്രിസ്തുമസ് കേക്കിൽ വിസ്മയം തീർത്ത് വീണ്ടും വിൻസെന്റ് മാത്യു രംഗത്തെത്തി. കട്ടപ്പനയുടെ ചിരകാല അഭിലാഷമായ മുനിസിപ്പാലിറ്റിയുടെ മാതൃകയാണ് അഡോൺ ബേക്കറി ഉടമ വിൻസെന്റ് മാത്യു കേക്കിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ജനസംഖ്യ കൊണ്ടും വാർഷിക വരുമാനം കൊണ്ടും മുനിസിപ്പാലിറ്റിയാകാൻ അർഹതയുള്ള കട്ടപ്പനയെ വിൻസെന്റ് മുനിസിപ്പാലിറ്റിയാക്കി. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിലും പ്രദേശവാസികളുടെ ചിരകാല അഭിലാഷം കേക്കിലൂടെ സാക്ഷാത്കരിക്കുകയായിരുന്നു കട്ടപ്പന അഡോൺ ബേക്കറി ഉടമ വിൻസെന്റ് മാത്യു. എല്ലാ വർഷവും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വർഷവും നമുക്കൊരു കേക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് കട്ടപ്പനയല്ലേ നമ്മുടെ ഇടുക്കി ജില്ലയെ ആസ്ഥാനമാക്കിയണമെന്നുള്ള ആഗ്രഹത്തിനോർത്ത് നമ്മുടെ അർഹമായ മുനിസിപ്പാലിറ്റി നമുക്ക് ലഭിക്കണമെന്ന ആഗ്രഹവും അതിന് ജനത്തിന് മുമ്പിലേക്ക് മെസ്സേജ് എത്തിക്കുന്ന ആശയത്തോടുകൂടി അങ്ങനെ കട്ടപ്പന മുനിസിപ്പാലിറ്റി രൂപത്തിൽ കേക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചു. റവന്യൂ ടവറും നഗരസഭ കാര്യാലയവും അടക്കമുള്ളവയുടെ മാതൃകകൾ കേക്കിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. 1000-ലധികം രൂപ മുടക്കി 2 പേരുടെ സഹായത്തോടെ 4 ദിവസം കൊണ്ടാണ് കേക്ക് നിർമ്മിച്ചത്. 4 അടി നീളവും 3.5 അടി വീതിയുമാണ് കേക്കിനുള്ളത്. ജലാറ്റിൻ, ക്രീം, കേക്ക് എന്നിവ ഉപയോഗിച്ചാണ് കട്ടപ്പനയുടെ ചിരകാല സ്വപ്നം എന്ന പേരിൽ മുനിസിപ്പാലിറ്റിയുടെ മാതൃക തയ്യാറാക്കിയിരിക്കുന്നത്. 2011 മുല്ലപ്പെരിയാർ ദുരന്ത ഭീഷണിയും 2012 മെട്രോ റെയിലും 2013 കസ്തൂരിരംഗൻ ആശങ്കയും ഋഷാൽ സിംഗും കേക്കിൽ ഇവർ ആവിഷ്കരിച്ചിരുന്നു. മുനിസിപ്പാലിറ്റിയുടെ മാതൃകയിൽ തയ്യാറാക്കിയ കേക്ക് കാണാൻ നിരവധി പേരാണ് അഡോൺ ബേക്കറിയിൽ എത്തുന്നത്. ക്രിസ്തുമസിനെ വരവേറ്റ് പെരിഞ്ചാംകുട്ടിയിൽ പൈതൃക ദിനാചരണം നടത്തി. പെരിഞ്ചാംകുട്ടി സെന്റ് മേരീസ് ദേവാലയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രായമായവരെ സ്നേഹിച്ചും ബഹുമാനിച്ചും പാരമ്പര്യത്തനിമ നിലനിർത്തിയും പുതിയ തലമുറ മുന്നേറണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പെരിഞ്ചാംകുട്ടി സെന്റ് മേരീസ് പള്ളിയുടെ ആഭിമുഖ്യത്തിൽ പൈതൃക ദിനാചരണം സംഘടിപ്പിച്ചത്. ചട്ടയും മുണ്ടും വേഷം ധരിക്കുന്ന ഇടവകയിലെ 16 അമ്മമാരെ ചടങ്ങിൽ ആദരിച്ചു. പൈതൃകങ്ങളെയും ക്രിസ്തീയ ബിംബങ്ങളെയും സമൂഹത്തിനു മുമ്പിൽ അവതരിപ്പിക്കാനും അവരെ ആദരിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നത്. പരമ്പരാഗത സുറിയാനി വേഷം ധരിക്കുന്ന അമ്മമാരെ ആദരിക്കുന്നത് വഴി ആ വേഷവിധാനത്തെ നവസമൂഹത്തിന് പരിചയപ്പെടുത്താനും മാർഗംകളി, പരിചമുട്ട്, ബൈബിൾ ദൃശ്യാവിഷ്കാരം എന്നീ കലാരൂപങ്ങൾ അവതരിപ്പിച്ചു. ഇടവക വികാരി ഫാദർ മാത്യു അരിപ്ലാക്കൽ അധ്യക്ഷനായിരുന്നു. ആന്റണി മുനിയറ സന്ദേശം നൽകി. സിസ്റ്റർ ഡെൽമി, സിസ്റ്റർ ടാനിയ, മാതൃദീപ്തി ഭാരവാഹികളായ ഡെയ്സി, മേരി അലക്സ്, സാലി കൂട്ടുങ്കൽ, ലിസി, ലീന സണ്ണി, ആന്റണി ചൗര്യാങ്കുഴി, അഗസ്റ്റിൻ പാറശ്ശേരിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കാഞ്ചിയാർ സെന്റ് പീറ്റേഴ്സ് CSI ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് രാവ് 2014 സംഘടിപ്പിച്ചു. പരിപാടിയിൽ മാട്ടുകട്ട വേളാങ്കണ്ണി ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ BS ക്രിസ്റ്റ് മുഖ്യാതിഥിയായിരുന്നു. കാഞ്ചിയാർ സെന്റ് പീറ്റേഴ്സ് CSI ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് രാവ് 2014 നടന്നു. ശനിയാഴ്ച വൈകുന്നേരം 6:30 തുടങ്ങിയ ക്രിസ്മസ് പരിപാടിയിൽ മാട്ടുകട്ട വേളാങ്കണ്ണി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ BS ക്രിസ്റ്റി മുഖ്യാതിഥിയായിരുന്നു. ഇടവക വികാരി ഷാജുമോൻ ചാക്കോ ഇടവകയിലെ അംഗങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നൽകി. തുടർന്ന് 8 മണിയോടെ അയ്യപ്പൻകോവിൽ സെന്റ് സ്റ്റീഫൻസ് CSI ചർച്ച് കൊയറും കാഞ്ചിയാർ സെന്റ് പീറ്റേഴ്സ് CSI ചർച്ച് കൊയറും കൂടാതെ സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം, വിമൻസ് ഫെലോഷിപ്പ് എന്നീ സംഘടനാ കൊയറിന്റെ സഹകരണത്തോടെ ക്രിസ്മസ് കരോൾ ഗാന ശുശ്രൂഷയും നടന്നു. വ്യത്യസ്ത ഈണങ്ങളിലും താളത്തിലുമുള്ള 50ഓളം ഗാനങ്ങളാണ് ശുശ്രൂഷയിൽ ഗായകർ ആലപിച്ചത്. കുട്ടികളും മുതിർന്നവരുമടക്കം 100ഓളം ആളുകളായിരുന്നു ഗായക സംഘത്തിലുണ്ടായിരുന്നത്. കേൾവിക്കാർക്ക് വ്യത്യസ്തമായ സംഗീതാനുഭവമാണ് കാഞ്ചിയാർ സെന്റ് പീറ്റേഴ്സ് CSI പള്ളിയിൽ നടന്നത്. രാത്രി മുഴുവൻ നീണ്ടുനിന്ന പരിപാടിയിൽ ഇടവക ജനങ്ങളടക്കം 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ബിബിൻ ജോയി, ഇടുക്കി നെറ്റ് ന്യൂസ്, ഉപ്പുതറ. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ 2005-2016 വാർഷിക പദ്ധതിയുടെ രൂപീകരണ ഭാഗമായുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കട്ടപ്പന ഗ്രാമപഞ്ചായത്തിന്റെ 2015-2016 വാർഷിക പദ്ധതിയുടെ രൂപീകരണ ഭാഗമായുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്
ജോണി കുളമ്പള്ളി അധ്യക്ഷത വഹിച്ചു. കണ്ടെയ്നർ, അതുപോലെ നമ്മുടെ ഗ്യാസ് കണക്ഷൻ, കളിക്കോപ്പുകൾ, അങ്ങനെ അടക്കം സമഗ്രമായ നിലയിലുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ ഐശ്വര്യ രംഗത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം OJ മാത്യു സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി PV ബിജു വാർഷിക പദ്ധതി സംബന്ധിച്ച് ലഭ്യമാകുന്ന ഫണ്ടുകൾ സംബന്ധിച്ചും വിശദീകരിച്ചു. കുടുംബശ്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായുള്ള കട്ടപ്പന കുടുംബശ്രീ അംഗങ്ങളുടെ കുട്ടികൾക്കായി അനുവദിച്ച സ്കോളർഷിപ്പ് വിതരണ ഉദ്ഘാടനവും ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. തുടർന്ന് വിവിധ മേഖലകളിലായി തിരിഞ്ഞ് ഗ്രൂപ്പ് ചർച്ചയും നടന്നു. ഇടുക്കി ന്യൂസ് കട്ടപ്പന. INTUC ഇടുക്കി ജില്ലാ ജനറൽ കൌൺസിൽ ഉപ്പുതറയിൽ വെച്ച് നടന്നു. INTUC ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോർജ് കരിമറ്റം പരിപാടി ഉദ്ഘാടനം ചെയ്തു. KNDC ഇടുക്കി ജില്ലാ ജനറൽ കൌൺസിൽ ഉപ്പുതറയിൽ വെച്ച് നടന്നു. INTUC ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോർജ് കരിമറ്റം യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രസിഡന്റ് ബാധകൾ 418 ബാധകൾ നിരോധിച്ചു. പക്ഷേ INTUC അതിന് പൂർണ്ണമായി യോജിപ്പ് നൽകാൻ തയ്യാറായി. KNDC ജില്ലാ പ്രസിഡന്റ് PM വർക്കി പൊടിപാറ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ മുഖ്യപ്രഭാഷണം നടത്തി. തൊഴിലാളികൾക്കുള്ള കാർഡ് വിതരണം INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി D സതീഷ് തോട്ടപ്പള്ളി നിർവഹിച്ചു. യോഗത്തിന് അഭിസംബോധന ചെയ്തുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പോൾ സംസാരിച്ചു. നേതാക്കന്മാരായ KV ജോസഫ്, ജെയിംസ് മാമൂട്ടിൽ, ഫ്രാൻസിസ് അർക്കപ്പറമ്പിൽ, സിബി മാത്യു, CM മാത്യു, A സുൽഫീക്കർ, ബേബി പണയൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സമ്മേളനത്തിൽ നൂറുകണക്കിന് കെട്ടിട നിർമ്മാണ തൊഴിലാളി അംഗങ്ങൾ പങ്കെടുത്തു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രാമ സ്പോർട്സ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന കായിക പരിശീലനം നൽകി. കായികക്ഷമതയുള്ള കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി പരിശീലിപ്പിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. കായികക്ഷമതയുള്ള വിദ്യാർത്ഥികളെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി വേണ്ട പരിശീലനങ്ങൾ നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നിരവധി കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തുടർ പരിശീലന സൌകര്യം ഒരുക്കും. കുട്ടികളുടെ കായികക്ഷമത പരിശോധിക്കുക, ഏതിനങ്ങളിലാണ് താൽപര്യമെന്ന് കണ്ടെത്തുക തുടങ്ങിയവയായിരുന്നു ഏകദിന ക്യാമ്പിന്റെ ലക്ഷ്യം. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ്മ ജോസഫ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം ജൂഡോ അക്കാദമി കോച്ച് സൈജു ചെറിയാന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നടന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് കട്ടപ്പന. സ്വർണം പവന് ഇന്ന് വിപണിയിൽ 20,280 രൂപയാണ് വില രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1 ഗ്രാം സ്വർണത്തിന് 2,535 രൂപയാണ് വില. വെള്ളി ഗ്രാമിന് 37 രൂപയാണ് ഇന്നത്തെ വില. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്ര ഗോൾഡ് കട്ടപ്പന. ഇനി കമ്പോള വാർത്തകൾ. ഏലം ഇന്ന് വിപണിയിൽ കൂടിയ വില 850 കുറഞ്ഞ വില 750 വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുരുമുളക് കിലോഗ്രാമിന് 665 രൂപയാണ്. കാപ്പിക്ക് ഇന്ന് കിലോഗ്രാമിന് 132 റബ്ബർ കിലോഗ്രാമിന് 104 രൂപ വില രേഖപ്പെടുത്തുമ്പോൾ ഗ്രാമ്പൂവിന് 975 വില. കൊക്കോ കിലോഗ്രാമിന് 52, ജാതി കൂടിയ വില 300 കുറഞ്ഞ വില 275 രേഖപ്പെടുത്തുന്നു. ജാതിപത്രിക ഇന്ന് വിപണിയിൽ കൂടിയ വില 950 കുറഞ്ഞ വില 800. കമ്പോള വാർത്തകൾ കഴിഞ്ഞു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കേരള വിഷൻ ഇടുക്കി നെറ്റ് ചാനലിന് നേരെ വീണ്ടും ആക്രമണം. പട്ടാപ്പകൽ 20 ഇടങ്ങളിലാണ് ഇന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വെട്ടി നശിപ്പിച്ചത്. ജോയിന്റ് ക്ലോസർ, ഒപ്റ്റിക്കൽ സ്പ്ലിറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ ഇവർ മോഷ്ടിക്കുകയും ചെയ്തു. മുല്ലപ്പെരിയാർ അതിജീവന പോരാട്ടം 9ാം വയസ്സിലേക്ക്. 2006 ഡിസംബർ 25 ഉപ്പുതറയിൽ രൂപം കൊണ്ട മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ചരിത്ര പോരാട്ടത്തിന് ഇന്ന് 2915 ദിനങ്ങൾ തികഞ്ഞു. രക്തസാക്ഷി സ്മരണകൾ ഇരമ്പിയ വേദിയിൽ CPIM കട്ടപ്പന ഏരിയ സമ്മേളനത്തിന് പ്രൗഢഗംഭീരമായ തുടക്കം. 2 ദിവസങ്ങളിലായി കട്ടപ്പന ടൗൺ ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. കട്ടപ്പന പാറക്കടവിന് സമീപം വാഹനാപകടം നടന്നു. ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. പീരിമേട് അഴുതപ്പാലം അപകടാവസ്ഥയിൽ. ആയിരക്കണക്കായ വിനോദസഞ്ചാരികൾ ദിനം പ്രതി കടന്നുപോകുന്ന കൊല്ലം തേനി ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന അഴുതപ്പാലമാണിപ്പോൾ അപകട ഭീഷണി നേരിടുന്നത്. ഇന്നത്തെ ഈ വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.
കിങ് ഫർണിച്ചർ, ഇൻഡെക്സ് ഫർണിച്ചർ. ഇൻഡെക്സ് ഫർണിച്ചർ, നിയർ KSRTC ബസ് സ്റ്റാൻഡ്, വെള്ളയാങ്കുടി, കട്ടപ്പന. കല്യാണത്തിന് മോൾക്ക് സ്വർണം എടുത്തത് പവിത്രയിൽ നിന്നാണ്. ഏലത്തിന്റെ നിറവും സ്വർണത്തിന്റെ നിറവും കണ്ടാൽ ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് അറിയാം അതിന്റെ പരിശുദ്ധി. പവിത്ര ഗോൾഡ്, കട്ടപ്പന. 50 വർഷത്തെ വിശ്വസ്തയോടെ വിവാഹ പട്ടുസാരികളുടെ വർണ്ണ പ്രപഞ്ചം. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ അഴകേ നിന്നാടയിൽ വിരിയും ലത തൻ ചാരുതയോ. മഴവില്ലിങ്ങഴകോ മലപ്പൊഴിയും ലതയോ Celebrating 50 magical years. Ledha Textiles, Main Road, കട്ടപ്പന. സുഹൃത്തുക്കളെ, വസ്ത്രവ്യാപാര രംഗത്ത് കട്ടപ്പനയുടെ തിലകക്കുറിയായ ടെക്സ്റ്റൈൽസ് യുവാക്കളുടെ ഹൃദയം കവർന്നുകൊണ്ട് പുതിയ കളക്ഷനുമായി ടെക്സ്റ്റൈൽസ്. സ്ത്രീകൾക്ക് മാത്രമായി. നീ ഇതെങ്ങോട്ടാ? ഞാൻ കൂട്ടുകാരന്റെ കല്യാണത്തിന് പോകാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവായിരുന്നു. എവിടെ? ചേട്ടൻ വിളിച്ച് പറയുന്ന കടയില്. നിനക്കൊക്കെ പ്രാന്താടാ. നീയൊക്കെ അല്ലേ വേറെ അല്ല അങ്ങോട്ടൊക്കെ പോവൂ. എടാ നിനക്കല്ല കിടുക്കി ഡ്രസ്സ് വേണം, നീ ആ പെട്രോളിലോട്ട് ചെല്ലു. എടാ ചെറുപ്പക്കാർക്കായിട്ടുള്ള കടയാടാ അത്, നല്ല കളക്ഷനാ. പെട്രോൾ ഫാഷൻ, ഹൈലി ഇൻഫ്ലേമബിൾ ഫാഷൻ, പള്ളിക്കവല, കട്ടപ്പന. KG's ജുവലറി, കോട്ടയം കടയുടെ അതിവിപുലമായ വെള്ളിയാഭരണശാല. KG's സിൽവർ മൈൻ ഗുരുമന്ദിരത്തിന് സമീപം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമായ വെള്ളിയിൽ തീർത്ത ആഭരണങ്ങൾ മിതമായ നിരക്കിൽ. ആധുനിക ഡിസൈനിലുള്ള കമ്മലുകൾ, മോതിരങ്ങൾ, വിവാഹ ആവശ്യത്തിനുള്ള നെക്ലേസുകൾ, പ്ലാറ്റിനം ഫിനിഷിംഗ് വളകൾ, വെള്ളിപ്പാത്രങ്ങൾ, മാലകൾ, കൊലുസുകൾ, അരഞ്ഞാണങ്ങൾ, ലോക്കറ്റുകൾ, കൊന്തകൾ, നേർച്ച സാധനങ്ങൾ, കൈചെയിനുകൾ, നവരത്ന മോതിരങ്ങൾ തുടങ്ങിയ വെള്ളിയാഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകൾ തിരഞ്ഞെടുക്കുവാൻ ജോൽസിന്റെ സേവനം ലഭ്യമാണ്. KG's സിൽവർ മൈൻ, സിൽവർ കളക്ഷൻസ്, കോട്ടയം കട, ഗുരുമന്ദിരത്തിന് സമീപം, കട്ടപ്പന. രുചിയുടെ ഉയരങ്ങൾ കീഴടക്കൂ ഞങ്ങളോടൊപ്പം. അഡോൺ ബേക്കേഴ്സ്, പള്ളിക്കവല, കട്ടപ്പന. അഡോൺ ബേക്കേഴ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്, KG's ബിൽഡിംഗ്, ഇരട്ടയാർ റോഡ്, കട്ടപ്പന. ടേസ്റ്റ് ഇൻ ഹൈ റേഞ്ച്. ഏവർക്കും അഡോൺ ബേക്കേഴ്സിന്റെ ക്രിസ്മസ് ആശംസകൾ. You know that thing must be 100 years old. ചന്തം കാളിന്തി നാദം ഗോപി സംഗീതം मेरे डोल सुन मेरे प्यार की धुन मेरे ढोल सुन मेरी चाहते
ചാവക്കാട്, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ശരിയാണ്. ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250 പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം രാജ്യത്തിന് മാതൃകയാവുന്നു കേരള വിഷൻ ഡിജിറ്റൽ TVയിലൂടെ. മിതമായ നിരക്കിൽ ആകർഷകമായ പാക്കേജുകളിൽ. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ. കേരളം മാറുന്നു കേരള വിഷനിലൂടെ. പകരം വെക്കാനാവില്ല ഒന്നും. ജീവിതം വഴി യാത്രികർ നമ്മൾ പോയിടാൻ വരുവാടാതെ ഇനി കല്ലുമുള്ളുകൾ കണ്ടറിയണം, കൺതുടച്ചു നാം പോകേണം. പുതുകാലങ്ങൾ വഴി നീർത്തുമ്പോൾ വെയിലത്തും മഞ്ഞത്തും ഇളവില്ലാതെ കുടയില്ലാതെ ഒരു നാളം തേടി നാം പോയിടാം. ജീവിതം ഒരു പാതയാണതിൽ പിന്നോട്ടാരും കാറ്റിൽ നീ ചൊല്ലിത്തന്നോരീണം താളം കേട്ടു ഞാൻ. കാറ്റിൽ